ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് പോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓർക്കിഡിനെ എല്ലാം വേരോടെ നശിപ്പിക്കുന്ന ഒന്നാണ് ഒച്ച്. ഇപ്പോൾ ഒച്ചിനെ തുരത്താനായി ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പോട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒച്ചിനെ നമ്മൾ പുറത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒച്ചിനുള്ള പ്രതിവിധി ചെയ്താലേ അതിനുള്ളൊരു കാര്യമുള്ളൂ. ഈ പോട്ടിൽ കയറിയ ഒച്ച് എന്തായാലും ഒരു പോട്ടിലല്ലെങ്കിൽ വേറെ ഏതിലെങ്കിലും അത് ഒളിച്ചിരിക്കും. ചിലപ്പോൾ ഒരു ചെടിയുടെ ഇലയും പൂക്കളും തിന്ന പോട്ടിലായിരിക്കത്തില്ല ഒച്ച് ഒളിച്ചിരിക്കുന്നത്. എൻ്റെ ഓർക്കിഡിലൊക്കെ ഒച്ച് കയറാതിരിക്കാൻ ഞാൻ 2 മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. ഒന്ന്, ഇതുപോലെ തൂണ് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക, എന്നിട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക. മറ്റൊന്ന്, തൂണിൻ്റെ താഴെ സ്റ്റീൽ സ്ക്രബ് ചുറ്റി കൊടുക്കുക. മറ്റൊന്ന്, സ്റ്റാൻഡിൻ്റെ കാലിലായാലും ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ് ചുറ്റി കൊടുക്കുക. എന്നാൽ നമ്മൾ പോട്ട് നേരെ തറയിൽ വയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ പുതിയ വരുന്ന റൂട്ടിൻ്റെ അറ്റമെല്ലാം തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒച്ചുണ്ടെന്ന് ഉറപ്പിക്കാം. ഇത് ഞാൻ ഒരു പോട്ടായിട്ട് മാത്രം വെച്ചിരുന്നതാണ്. ഇപ്പം ഒന്നിൽ കൂടുതൽ പോട്ടുണ്ടെങ്കിൽ എല്ലാം അതിൽ ഒച്ചുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഞാൻ അത് ചെയ്തിരിക്കുന്നത്, ഫ്രഷ് വാട്ടർ ഒരു ബക്കറ്റിലെടുത്തിട്ട് ഈ പോട്ട് ഫുള്ളായി മുങ്ങുന്ന രീതിയിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിൽ ഇറക്കി വയ്ക്കുക. പോട്ട് മീഡിയം മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മൾ മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ അതിൽ ഒച്ചുണ്ടെങ്കിൽ വേഗം അത് പുറത്തു വന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോളുക. ഇതിപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റെമ്മിനകത്ത് ഒരു ഒച്ച് കയറി മേളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഒരു പോട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമേ ഇല്ല. 15 മിനിറ്റിനുള്ളിൽ തന്നെ അതിൽ ഒച്ചുണ്ടെങ്കിൽ ഇറങ്ങി വരും. മണ്ണിലെല്ലാം കാണുന്ന ചെറിയ കോൺ ഷേപ്പ് ഒച്ചുണ്ടല്ലോ, അതും ഈ ഓർക്കിഡിൽ കയറാറുണ്ട്. അതായാലും വരും. അടുത്തത് ഇറങ്ങി വന്നേക്കുന്നത് വലിയ ഒരു ഒച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെച്ചിട്ട് മാറി ദൂരെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ തന്നെ ഇറങ്ങി വെളിയിൽ ചാടും. വെളിയിൽ ചാടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കാണാൻ പോലും പറ്റത്തില്ല. മെറ്റലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പോട്ട് വെള്ളത്തിൽ വെച്ചിട്ട് അതിൽ ഒച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് വേറെ പോട്ടുകളുണ്ടെങ്കിൽ അതിൽ ഏതിലും കാണും. ചിലപ്പോൾ ലീഫും റൂട്ടൊന്നും തിന്നാത്ത പോട്ടിനകത്തായിരിക്കും അത് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ എല്ലാ പോട്ടും എടുത്ത് വെച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും പോട്ടിൽ നിന്ന് ഒച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഈ പോട്ടുകളെല്ലാം എടുത്ത് വെള്ളത്തിൽ ഇതുപോലെ വെച്ച് നോക്കണം. അതിൻ്റെ മുട്ട കിടന്നു കഴിഞ്ഞാൽ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതുപോലെ വിരിഞ്ഞു വരും. ഇങ്ങനെ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒച്ചിനെ പൂർണ്ണമായും ഒഴിവാക്കാം.